അപ്പോൾ നമുക്ക് ക്രോഷോ വർക്കിലെ ആദ്യത്തെ ക്ലാസ് നോക്കാം. അപ്പോൾ ഇൻട്രൊഡക്ഷൻ വീഡിയോസ്, അതായത് നീഡിൽ, ത്രെഡ്, നീഡിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ത്രെഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിട്ട് തന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇടാം. ഇന്ന് നമ്മൾ സ്റ്റിച്ച് ആൻഡ് ചെയിൻ സ്റ്റിച്ച് ഇത് രണ്ടുമാണ് നോക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള സ്ലിപ്പ് സ്റ്റിച്ചാണ്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ എങ്ങനെയാണ് സ്ലിപ്പ് സ്റ്റിച്ച് ഇടുന്നതെന്നാണ് നമ്മൾ ആദ്യം കാണിക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ നോക്കുക, നമ്മൾ ത്രെഡിൻ്റെ എൻഡ് ഭാഗം എടുക്കുക. കണ്ടില്ലേ, ഈ എൻഡ് ഭാഗം ഇതാ നമ്മൾ കൈയിൻ്റെ അടിയിൽ ഈ രണ്ട് വിരലുകൾക്ക് മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇതാ നമ്മുടെ കൈ വെച്ച് ഇങ്ങനെ പിടിക്കുക. നോക്കുക, നേരെ ഇതാ ഈ നീളത്തിൽ വരുന്ന ത്രെഡ് ഉണ്ടല്ലോ, ഈ ഒരു ത്രെഡിനെ നേരെ ഇതാ ഇങ്ങനെ കൊണ്ടുവരിക. നേരെ മുകളിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വയ്ക്കുക. കണ്ടില്ലേ, ഈ ഒരു രീതിക്ക് വയ്ക്കുക. ഈ രണ്ട് ത്രെഡുകളുടെയും അടിയിലൂടെ ഇതാ ഈ നീഡിലിനെ ഇതുപോലെ കൊണ്ടുവന്ന് ഈ ത്രെഡിനെ ഹുക്കിൽ ഇതുപോലെ ലോക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കയ്യിൽ നിന്ന് പതിയെ അങ്ങ് റിമൂവ് ചെയ്യുക. ഇങ്ങനെ വലിച്ചു കൊടുക്കുക. കണ്ടില്ലേ, ഇങ്ങനെയാണ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇടുന്നത്. ഇനി ഇത് നമുക്ക് വലിയൊരു ചെയിനാണ് അല്ലേ, അല്ലെങ്കിൽ വലിയൊരു ലൂപ്പാണ്. ഇനി ഇതിനെ എങ്ങനെയാണ് നമ്മൾ ചെറുതാക്കുന്നത്? ഇതാ ഈ രണ്ട് ത്രെഡുകൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ നീഡിൽ നിന്ന് വിട്ടിട്ടൊന്ന് വലിച്ചു കാണിക്കാം. ഇതുപോലെ ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ സ്ലിപ്പ് സ്റ്റിച്ച് ഓക്കെ ആയോ എന്നുള്ളത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുകയെന്ന് വെച്ചാൽ ഇതാ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ റിമൂവ് ആയിട്ട് വരും. കണ്ടോ? അപ്പോൾ ഇങ്ങനെ റിമൂവ് ആയിട്ട് വരുന്ന സ്ലിപ്പ് സ്റ്റിച്ചാണ് കറക്റ്റായിട്ട് വരുന്ന സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഒന്നതാ ഇതേപോലെ റൗണ്ട് ചെയ്തെടുക്കുക, ടോപ്പിൽ കൊണ്ടുവരിക, എന്നിട്ട് ഇതാ കേട്ടോ ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതാ ഈ ത്രെഡ് ഇതുപോലെ വലിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ചെയിൻ ചെറുതായിട്ട് വരും. അതായത് ഈ നീളം കുറഞ്ഞ ത്രെഡിനെ പതിയെ വലിച്ചു കൊടുക്കുമ്പോൾ ചെറുതായിട്ട് വരും കേട്ടോ. ഇനി നമുക്ക് നേരെ ചെയിൻ സ്റ്റിച്ചിലോട്ട് നോക്കാം. ഇതാ ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ത്രെഡ് ഈ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ നമ്മുടെ നീഡിലിനെ ഇട്ട് കൊടുത്തു. കണ്ടില്ലേ? എന്നിട്ട് ശ്രദ്ധിക്കുക, ഇതാ ഈ നീഡിലില്ലേ, ഈ നീഡിലിനെ നേരെ ഇതാ ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ, ചെറിയ ത്രെഡ് ഇതാ ഇവിടെയാണുള്ളത്. അപ്പം നമ്മൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? നീളത്തിൽ പോകുന്ന ത്രെഡിലാണ്, വലിയ ത്രെഡിലാണ്. ഈ നീഡിലിന് എപ്പോഴും ഈ ടോപ്പ് പോർഷനിലോട്ട് വേണം വെക്കാനായിട്ട് കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് യാൻ ഓവർ ചെയ്യുക. എങ്ങനെയാണെന്നൂടെ കാണിക്കുകയാണ്. നീഡിലിനെ ഇങ്ങനെ പിടിക്കുക, അടിയിലെ ത്രെഡിൻ്റെ അടിയിലോട്ട് ഇതാ ഇങ്ങനെ കൊണ്ടുപോവുക. കണ്ടോ? ഈ ഒരു രീതിക്ക് ഇതിനൊന്ന് പതിയെ ഒന്ന് ചുറ്റിയെടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു നീഡിലിൻ്റെ ഹുക്കിൽ നമ്മളുടെ യാന് വരും. പതിയെ ഇതാ ഇങ്ങനെയുള്ള നീഡിലിനെ പതിയെ ഒന്ന് ഇങ്ങനെ ചെരിച്ചു കൊടുക്കുക. കണ്ടോ? ഒന്നും കൂടെ നോക്കാം. എന്നിട്ട് ഇതാ ഈ നീളത്തിലുള്ള ത്രെഡിനെ ഇങ്ങനെ വലിക്കുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലേക്ക് നമ്മുടെ ഈ ഒരു ത്രെഡിൻ്റെ ലൂപ്പ് ചെറുതായിട്ട് വരും. മനസ്സിലായില്ലേ? എന്നിട്ട് വീണ്ടും നോക്കുക, ഇങ്ങനെ എടുത്തിട്ട് കണ്ടോ, നേരെ ഇങ്ങനെയുള്ള നീഡിലിനെ നേരെ യാനിൻ്റെ അടിയിലോട്ട് കൊടുക്കുക. ഇതിൽ ലോക്ക് ചെയ്യുക, പതിയെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. കണ്ടോ? ഒന്നുകൂടെ കാണിക്കുകയാണ്. നീഡിലിനെ സ്ട്രൈറ്റ് ആയിട്ട് പിടിക്കുക, നേരെ മുകളിലോട്ട്, എന്നിട്ട് നേരെ ത്രെഡിൻ്റെ അടിയിലോട്ട് ഇതാ ഇങ്ങനെ കൊണ്ടുവന്നു. കണ്ടില്ലേ? ത്രെഡിന് നേരെ അടിയിലെത്തി. എന്നിട്ട് നേരെ ഓപ്പോസിറ്റിലേക്ക് എടുക്കുക. അതായത് ഇതാ നമ്മൾ ഇതിപ്പോൾ ത്രെഡിൻ്റെ മുകളിലാണ്, നേരെ അടിയിലോട്ട് കൊണ്ടുവന്നു, എന്നിട്ട് റൈറ്റ് സൈഡിലോട്ട് ഓക്കെ നീഡിൽ പിടിച്ചിട്ടുള്ള ആ ഭാഗത്തുള്ള കയ്യിലോട്ട് കൊണ്ടുവന്ന് പതിയെ ചരിച്ച്. കണ്ടില്ലേ? ഒന്നും കൂടെ ഞാൻ എക്സ്പ്ലെയിൻഡ് ആയിട്ട് പറഞ്ഞുതരാം. ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം നീഡിലാണ്. നീഡിലിൻ്റെ ഹുക്ക് മുകളിലോട്ട് വരണം.
ത്രെഡിനെ നന്നായിട്ട് വലിച്ചു പിടിക്കണം. ഇനി ത്രെഡിൻ്റെ മുകളിലാണ് ഇപ്പോൾ നമ്മളുടെ നീഡിലിൻ്റെ ഹുക്ക് കിടക്കുന്നത്. അതൊന്ന് സൈഡിലോട്ട് കൊണ്ടുപോയി എന്നിട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ വലതുവശത്തേക്ക് കൊണ്ടുവന്നു പതിയെ ഒന്ന് ചെരിച്ചു കൊടുത്തു. കണ്ടില്ലേ? ഇത്രയേ ഉള്ളൂ ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണ് ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, കമൻ്റായിട്ട് ചോദിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റഡിയിങ് ഗ്രൂപ്പിൻ്റെ പ്രാക്ടീസ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ഇൻസ്റ്റഗ്രാമിൽ ഈ ഒരു വീഡിയോ കാണുന്നവർക്ക് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളടുത്ത് ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അതല്ല ഓൾറെഡി നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാക്ടീസ് ഗ്രൂപ്പിൽ ഡൗട്ട് ചോദിച്ചാൽ മതി. നമ്മളത് ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ ചെയിൻ സ്റ്റിച്ച് ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ലൈവ് ക്ലാസ് നമ്മളിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ലൈവ് അറ്റൻഡ് ചെയ്യാത്തവർക്ക് നമ്മൾ ഇന്ന് ലൈവ് ക്ലാസ്സിൽ എന്തൊക്കെയാണ് പറഞ്ഞത് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോയും കൂടെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇടാം കേട്ടോ.